പോവാണ്. ഇപ്പോൾ നമ്മൾ വെബ് സീരീസാണ് എന്നിട്ടാണ് തുടങ്ങാൻ പോകുന്നത്. സോ അപ്പോൾ നമുക്കൊന്ന് വെബ് സീരീസോട് കിടക്കാം. അതിന് മുമ്പ് നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ പുതിയ ആൾക്കാർക്ക് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ കിട്ടിയതാണ്. അപ്പോൾ ഞാനിപ്പോൾ വീഡിയോസൊക്കെ കിട്ടിപ്പോകും. പിന്നെ എല്ലാവരും കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങൾ കമൻറ്റ് ചെയ്യണം. എല്ലാവരും ചെയ്യുന്നത് നിങ്ങൾ ആരും കമൻറ്റ് ചെയ്യില്ല, അത് ചെയ്യാനാണ്. ഓക്കെ, അതാണ്. പിന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. പിന്നെ ഈ ഒരു വീഡിയോൻ്റെ ഇടയ്ക്ക് ചിലപ്പോൾ ഒരു ആഡ് വരാൻ മതി സീമിൻ്റെ. കാരണം എന്താ വെച്ചാൽ ഞാൻ യൂസ് ചെയ്യുന്ന ആപ്പ് റെക്കോർഡാണ്. അപ്പോൾ അതിൽ വൈഫൈ ഓഫായി കഴിഞ്ഞാൽ എനിക്ക് എന്താ റെക്കോർഡ് ചെയ്ത വീഡിയോസ് കിട്ടുന്നില്ല. അപ്പം അങ്ങനത്തെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനോട് ഇടയ്ക്ക് ആഡ് അതൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്ത് കളയാം. ഓക്കെ, അപ്പോൾ വെബ്സൈറ്റോട് പോവാം. ഓക്കെ, അപ്പോൾ ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ വീഡിയോ നോക്കട്ടെ. നമ്മൾ ഡാഡി റിച്ച് മാനാണ്. ഡാഡി റിച്ച് മാനാണ്. ഡാഡിയുടെ പേരെന്ന് പറയാനും ജോണാണ്. നമ്മുടെ സ്റ്റീവൻ്റെ മാനായിട്ട് തന്നെയാണ്. ഡാഡി നമ്മുടെ പേരിൽ റിച്ച് പീസാണ് വിളിക്കുന്നത്. ഓക്കെ, ഇത് നമ്മൾ ഡാഡിയാണ് കേട്ടോ. ഇത് വന്നില്ല കാരണം ഡാഡി കളക്ക് പോയിട്ടുണ്ട്. ഇപ്പം ഞങ്ങൾക്ക് നേരെ ഇപ്പോൾ കോളേജിലോട്ട് പോകാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ ടൈം 10 മണിക്കാണ് കഴിക്കുന്നത്. നമുക്കപ്പോൾ വേഗം തന്നെ കോളേജിലോട്ട് പോകണം. ഇത് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്കൊന്ന് പെട്ടെന്ന് ഏതെങ്കിലും കണ്ണ് കണ്ട ബസ് നോക്കിയിട്ട് പെട്ടെന്ന് കോളേജിലോട്ട് പോയി. ഓക്കെ, ബാഗ് എടുക്കാം. നമുക്കൊന്ന് ഇത് നേരെ കോളേജിലോട്ട് ഇട്ടേക്കാം. നമുക്ക് കോളേജിലോട്ട് പോകാൻ മനസ്സിലുണ്ട്. അതെല്ലാം എന്തെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടോ? ഓക്കെ, നമ്മൾ വേറെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ പോയി. പിന്നെ ഈ ഒരു വണ്ടി നമ്മുടെ വണ്ടിയല്ല, ഇത് നമ്മുടെ കുടുംബത്തൊക്കെ ചേട്ടൻ്റെ വണ്ടിയാണ്. ചേട്ടൻ അവിടെ വണ്ടി പഴയ ഇതിനാണ്. അപ്പം നമ്മളൊന്നും ചോദിച്ചു കഴിഞ്ഞാൽ അത് അങ്ങോട്ട് കൊണ്ടുപോയിട്ട് വരുമല്ലോ. അപ്പോൾ നമ്മളൊന്നും നോക്കിയില്ലാണ്. മമ്മിയൊന്നും ഇവിടെ ഇല്ല. മമ്മി അവരെ അതിന് വേണ്ടിയിട്ട് പോയിട്ട് ആവശ്യമില്ല. വണ്ടി കൊണ്ടിരുന്നു ഇന്നെ വന്നിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ ഒന്നെ കൊണ്ടുവരും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് ഫുള്ളായിട്ടില്ല. ഇനി പണിയുണ്ട്. ബാക്കിലോട്ടൊക്കെ പോയി ഈ ഫ്രണ്ടിലത്തെ ഈ ഭാഗം അയ്യോ ഓക്കെ. അപ്പോൾ ഈ ഫ്രണ്ടിലത്തെ ഈ ആ ഒരു ഭാഗം ഫുള്ള് പണി കഴിഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാണ്ടാക്കിയിട്ടാണ് പുള്ളിക്കാരെ വണ്ടി അവിടെ വെച്ചത്. ഞാൻ അവിടെ വെച്ച് വെച്ചിട്ടുണ്ട്. ഒന്നും ചെയ്യില്ല. അപ്പം എന്തായാലും നമുക്ക് സ്കൂളോട് പോവാം. സ്കൂളോടൊക്കെ പോകാം. നമുക്ക് എന്താ ഒരു ലൈസൻസ് ഒന്നും നോക്കാണ്ട് ഡാഡി ഒന്നും പഠിക്കില്ല. ഒന്നും കിട്ടില്ല. അപ്പോൾ തൽക്കാലത്ത് കോളേജിൽ പോകാൻ ഡാഡി ഒരു ബൈക്ക് സൈക്കിൾ ഞാൻ സെറ്റാക്കി തന്നിട്ടുണ്ട്. അല്ലാതെ വേറെ ഒന്നും ചെയ്ത് തന്നിട്ടില്ല. ഇതൊക്കെ തന്നെ ഉള്ളു നമ്മളെ വണ്ടിയിലാണ്.
വണ്ടി ഓടാൻ പറ്റും. ഓക്കെ, അപ്പം ട്രാക്ക് വണ്ടി സേഫാണ് അവിടെ. ഓക്കെ ഓക്കെ, അപ്പം ഞാൻ കഴിച്ചത് അയ്യോ, നമ്മൾ കോളേജിന് ബാക്ക് സൈഡ് Where is the entrance? സംഭവം എന്താ വെച്ചാൽ നമ്മൾ രാവിലെ നീക്കാൻ ലേറ്റായിപ്പോയി. അതാണ് സീനായിപ്പോയത്. നമുക്ക് രാവിലെ നീച്ച് സെറ്റാവും. ഓക്കെ, നമ്മൾ ക്ലാസ് ഞാൻ ഫിനിഷ് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അന്ന് ഉച്ച കഴിഞ്ഞുള്ളായിരുന്നു ക്ലാസ്. ആൾക്കാരൊന്നും ഇല്ല ഇപ്പം, അറിയില്ല, നമ്മളെ ഫ്രണ്ട്സൊന്നും അറിയില്ല. ഉച്ച കഴിഞ്ഞുള്ള ക്ലാസ് കേൾക്കാം. നമുക്ക് നോക്കുന്ന എനിക്ക് ഞങ്ങൾക്ക് പോയാലും ഉദ്ദേശം വീട്ടിൽ ഇപ്പോഴേ പോയിട്ട് ഇന്ന് കാര്യമില്ല. ഓക്കെ, ഇവിടെ അടുത്ത സിനിമ തിയേറ്ററുണ്ട്. സിനിമ തിയേറ്റർ നമ്മുടെ കഴിഞ്ഞ ദിവസം ക്യാഷ് ഉണ്ട് കേട്ടോ. കാര്യം എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ യൂസ് ചെയ്യണമെന്ന് പറഞ്ഞ് വന്നത്. അപ്പം ഞാൻ ക്യാഷ് സിനിമ ഉണ്ടായത്. ഓക്കെ, നമ്മൾ സിനിമ ഞാൻ കണ്ടിട്ടുണ്ട്. സിനിമയൊക്കെ അറിയാണെങ്കിൽ വാഴ എന്നുള്ള സിനിമയാണ്. ഇപ്പോൾ പുതിയതായിട്ട് അങ്ങനൊരു വാഴയാണ് വാഴ എന്നുള്ള സിനിമയാണ്. ഒരു അടിപൊളി പടമാണ്. നിങ്ങൾ കണ്ടു നോക്കുക, അടിപൊളി പടമാണ്. ഓക്കെ, നമ്മളെന്തായാലും കണ്ടിട്ടുണ്ട്. നമുക്കെന്തായാലും നൈസിൽ പോവാം. ഓക്കെ, ഞാൻ നേരെ ഒരു ഹോട്ടലിൽ കയറി ഫുഡ് അടിക്കുക. കൂടി കുറച്ച് കഷ്ടമുണ്ട്. ഫുഡടിക്കാൻ പോയത് പപ്പടല്ലേ ചേട്ടൻ, അപ്പത്തെ വീട്ടിൽ ചേട്ടനാണ്. ചേട്ടൻ്റെ ബൈക്കിൽ ഫുഡ് അടിച്ചിട്ട് വരെ ഗീസ് ഓക്കെ, ചോദിച്ചാൽ ബിരിയാണി എടുത്തോളാം, എടുക്കാനാണെങ്കിൽ എടുത്തോളം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ പക്കൻ സൈക്കിൾ ഇവിടെ വെച്ചിട്ടുണ്ട്. ഒന്ന് വന്നു അപ്പോൾ
ഫുഡ് ഞാൻ വീട്ടിലുണ്ട്. എനിക്കെന്താ നമുക്ക് വീട്ടിൽ പോയിട്ട് വീട്ടിലുള്ള ചേട്ടൻ്റെ ബെഡ് കൊണ്ട് കൊടുക്കണം. ബെഡ് കൊണ്ട് കുടിച്ചിട്ട് വേണം നമുക്ക് എല്ലാവരും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക ഒക്കെ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.